നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ബഹളങ്ങൾക്കിടയിൽ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യം യുദ്ധമാണ്. യുദ്ധം സത്യം പറഞ്ഞാൽ നമ്മുടെ എന്തുമാത്രം ലോകത്തെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പക്ഷേ ഇന്ന് രാത്രി 8 മണി ഇറാനിൽ വളരെ നിർണായകമാണ്. ഇന്ത്യൻ സമയം നാളെ പുലർച്ചയായിരിക്കും, സമയ വ്യത്യാസമുള്ളതുകൊണ്ട്. ഇന്ന് രാത്രി 8 മണിക്ക് ഇറാൻ ആക്രമിക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞങ്ങൾ അവരുടെ സകലം നശിപ്പിക്കുമെന്നാണ്. അവരെ എണ്ണക്കിണറുകൾ നിർത്തി കത്തിക്കും, ഞങ്ങൾ അവരുടെ പാലങ്ങൾ തകർക്കും, അവരുടെ ആണവ നിലയം തകർക്കും, എല്ലാം ഇതാക്കും. ഇതിൽ നിന്ന് അവർക്ക് തല ഉയർത്തണമെങ്കിൽ 100 വർഷമെങ്കിലും എടുക്കുമെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. നമ്മൾ ഈ കുരയ്ക്കുന്ന വട്ടി കടിക്കത്തില്ല. ട്രംപ് ഇതിനു മുമ്പ് പല കാര്യങ്ങളും പറയും. എന്നിട്ട് ആക്രമിക്കാൻ രഹസ്യമായിട്ട് പോയ വഴിക്കാണ് ഇല്ല വിമാനമെല്ലാം കൂടെ അവന്മാർ അടിച്ച് താഴെ ഇട്ടത്. ഇപ്പം ട്രംപിന് അവിടെ ഇരുന്ന് വീരവാദം മുഴക്കാം എന്നുള്ളതല്ലാതെ ഇത് നമ്മളിപ്പോൾ പറയുമല്ലോ, ഞാൻ നിനക്ക് അടി തരുമെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടുഭാഷ പറയാം. അപ്പോൾ എൻ്റെ കൈ പുളിയില പറിക്കാൻ പോകുമെന്ന് ചോദിക്കുന്ന ഒരു പറച്ചിലുണ്ട്. ഇയാൾ ആക്രമിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നാൽ ആക്രമിച്ചോ എന്നും പറഞ്ഞ് ഇറാൻ നോക്കി നിൽക്കുകയല്ലോ. മാത്രമല്ല ഒത്തുതീർപ്പുണ്ടാക്കാമെന്നുള്ള എല്ലാ ഇവരുടെ ഡിമാൻഡുകളും ഇറാൻ തള്ളിക്കളയുകയും ചെയ്തു. അതെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക പോലുള്ള ഒരു വമ്പൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ സൗകര്യമില്ല എന്ന് പറയാൻ ഇറാന് ധൈര്യം വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ഈ യുദ്ധം ഇപ്പം നിർത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്, അല്ല ഇറാന്റെ ആവശ്യം. ഇറാൻ പറഞ്ഞ പാടാ, നീ വാ, നിന്റെ ഞാൻ ശരിയാക്കി തരാം. അതാണ് സത്യത്തിൽ സംഭവം. അത്രേ ഉള്ളൂ. അത് ഇപ്പൊ ഇസ്രായേൽ എന്ത് ചെയ്യും? ഇസ്രായേലിന് അനക്കമൊന്നുമില്ലേ? അല്ല, ഇസ്രായേല് കഴിഞ്ഞ ദിവസം ഇസ്രായേലുണ്ട്, ഇസ്രായേൽ സജീവമാണ്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വെട്ടിലായിരിക്കുന്ന ഒരു വിഷയം ഇസ്രായേലാണ്. കാരണം ഈ അമേരിക്ക യുദ്ധത്തിന് ഒത്തുതീർപ്പായാലും ഇസ്രായേൽ വഴങ്ങില്ല, ഇസ്രായേലിന് തീർത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ അവർ ഇസ്രായേൽ ഇറാൻ്റെ IRGC ഉണ്ടല്ലോ, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്, അവരുടെ ഏറ്റവും വലിയ സൈനിക വിഭാഗം ശക്തമായ, അതിൻ്റെ ഇൻ്റലിജൻസ് തലവനെ വധിച്ചു. അപ്പോൾ അയാൾ കുറച്ചാലും കൊണ്ട് ഇവർ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇവർ നോക്കിക്കൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു തലവനെ എടുത്ത് അങ്ങോട്ട് വെക്കും, ഇവരപ്പോഴേ കാച്ചും. ഈ മുജ്തബയുടെ മുജ്തബ ഖമേനിയെ കുറിച്ച് ഇന്നിപ്പോൾ ഒരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, മുജ്തബ ഖമേനി അബോധാവസ്ഥയിലാണെന്നൊക്കെ വാർത്തകൾ പുറത്തു വരുന്നെങ്കിൽ ഇറാൻ അക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നിരന്തരമായി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അത് അക്കാര്യത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് മുജ്തബ ഖമേനി അബോധാവസ്ഥയിൽ തന്നെയാണ്, കോമ സ്റ്റേജിൽ കഴിയുകയാണ്. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല. തന്നെ പിൻഗാമിയാക്കിയതോ അല്ലെങ്കിൽ താനാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ആളെന്നൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടേയില്ല, കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അപ്പോൾ അന്ന് ഫെബ്രുവരി 28 അയത്തുള്ള അലി ഖമേനിയുടെ വീടിന് നേർക്ക് അമേരിക്ക ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ശരിക്കും ഇയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വീട്ടിൻ്റെ അകത്തല്ലേ, അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴായിരുന്നു ഇത് ആക്രമണം, ഈ മുജ്തബായി. പക്ഷേ അന്ന് വാർത്തകൾ പുറത്തു വന്നിരുന്നത് ഇയാളുടെ കാലിന് പരിക്ക് പറ്റിയെന്നാണ്. പക്ഷേ പിന്നെയാണ് നമ്മൾ അറിയുന്നത് കാലിനൊന്നും അല്ല, ഇതിന് അബോധാവസ്ഥയാണ്, കോമ സ്റ്റേജിലാണ്, ഗുരുതര പരിക്കണത്തിന് കരളിന് പരിക്കേറ്റതിൻ്റെ വയറിന് പ്രശ്നമുണ്ട്, കാല് തകർന്നു എന്ന് പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അദ്ദേഹം ഒന്നും ചെയ്യാൻ കഴിയും, ഒരു വെജിറ്റബിൾ രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. നിലവിലെ പേര് മാത്രമേ ഉള്ളൂ, ആ പേര് ഉപയോഗിച്ച് ആരൊക്കെയോ പ്രസ്താവനകൾ ഇറക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ ഇറാൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്ന ആരാണെന്നാണ്. അത് പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇറാനിൽ പ്രധാനപ്പെട്ട ഒരു പദവി എന്ന് പറഞ്ഞാൽ ഇറാൻ പ്രസിഡന്റുണ്ട്, പ്രശസ്തിക്കാൻ. എങ്ങനെ അവിടെ ഒരു കാര്യമില്ല, ഇറാനിലെ പ്രസിഡന്റിന് ഒരു അധികാരമില്ല എന്നുള്ളിടത്താണ്. എല്ലാ ഈ പരമോന്നതം തീരുമാനിക്കും, അത് അനുസരിക്കാം. പേരിന് വേണ്ടി പിന്നെ ഒരു രാജ്യത്ത് പ്രസിഡന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഒരാളുടെ ഇരുത്തുന്നതാണ് പതിവ്. അതാണ് ഈ നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പ്രസിഡൻഷിപ്പ് എന്ന് പറയുന്നത് നോമിനൽ ഹെഡാണ്. അതെ, പേരിന് മാത്രമാണ്. പ്രസിഡന്റിന് പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. നമ്മുടെ ജനപ്രതിനിധികളുടെ പാർലമെന്റ് പ്രധാനമന്ത്രിക്കാണ് വിലയുള്ളത്. പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന ഒപ്പിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അതായത് സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെന്ത് ചെയ്യുന്നു അതാണ് അവിടുത്തെ ഒരു പിന്നെ അതാ ഒരു നമ്മുടെ പ്രസിഡൻഷ്യൽ രീതി നമ്മുടേത് ഇങ്ങനെയാണ്. അതെ അതെ അതെ. അവിടെ മറ്റേ മതരാഷ്ട്രമല്ലേ. അതെ, അതാണ് പ്രശ്നം. മതരാഷ്ട്രം ആയതുകൊണ്ട് തന്നെ അവിടെ ഈ മത നേതാവ് തീരുമാനിക്കും കാര്യങ്ങൾ, ആധ്യാത്മിക ആചാര്യം തീരുമാനിക്കും. അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആരെ പിൻഗാമിയാക്കണമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഈ മക്കളെ പിൻഗാമിയാക്കുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ നേതാക്കന്മാർ ഗവർണർ മാസ്റ്റർ ചെയ്തതല്ല, ഈ കുടുംബത്തിൽ നിന്ന് ആളെ പിൻഗാമി കൊണ്ടുവരണം, എൻ്റെ ഇവരെ എതിരാണ്. മാത്രമല്ല അയത്തുള്ള അലി ഖമേനി അദ്ദേഹത്തിൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മകനെ പിൻഗാമിയാക്കരുതെന്ന്. ശരി, ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ച അദ്ദേഹത്തിൻ്റെ മകനെ പിടിച്ച് പിൻഗാമിക്കുന്നത്. പക്ഷേ ആ മകനും ഇപ്പം ബോധമില്ലാതെ കിടക്കുകയാണെന്നുള്ള കാര്യം അവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അതെനിക്ക് മനസ്സിലാത്തൊരു കാര്യം. എനിക്ക് തോന്നുന്നത് ഇവർക്ക് അധികാരങ്ങളൊന്നും ആസ്വദിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ. മാത്രമല്ല ഈ പ്രശസ്തിക്കാരന് പിൻഗാമിയാവണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. സാർ അവിടുത്തെ രീതി എങ്ങനെയാണ്, പ്രസിഡന്റ് ആവുക പിന്നെ പിൻഗാമി ആവുക, അങ്ങനെയൊക്കെയാണ് ഒരു രീതി. മതനേതാവാണോ? അല്ലല്ല, പ്രശസ്തിക്കാൻ മതനേതാവ് അല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കുറച്ചൊരു പാശ്ചാത്യ അനുകൂലിയാണ്, അദ്ദേഹം ഒരു പുരോഗമന ചിന്താഗതിക്കാരനൊക്കെയാണ്. അപ്പോൾ ഇവരുടേതായ ഈ കൊടും മത ഭീകരവാദിയല്ല.
അപ്പം അങ്ങനത്തെ ഒരാളിനെ പിടിച്ച് ഈ കസേരയിൽ അവർ ഇരുത്തില്ല. ഇരുത്തത്തില്ല. പുരോഗമനം പറയുകയും പുരോഗമനക്കാരനാണ് അയാൾ. അതിൽ വളരെ ഉന്നത വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച വളരെ പരിഷ്കൃതനായ ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാളിനെ ഈ ഇരുത്താൻ പറ്റില്ല. അത് അവിടെ മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ന് രാത്രി അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ എത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ രാത്രി ആക്രമിച്ചു എന്ന് ഇരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ റഷ്യയും ചൈനയും ഇക്കാര്യത്തിൽ ഇടപെടാൻ വന്നാൽ അവർ ഇറാനെ സംരക്ഷിക്കാൻ അവരെത്തിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, ഈ ആക്രമിക്കും എന്ന് ഭീഷണി മുഴക്കിയിട്ടല്ലേ ഉള്ളൂ. അതിനോടാണ് ഇവർ ചർച്ചയ്ക്ക് വല്ലതും ചെല്ലുമെന്ന് ഭയന്നിട്ട് ചർച്ചയ്ക്കില്ലെന്നും പറഞ്ഞു ഇറാൻ. അപ്പോൾ അതുകൊണ്ടാവും ഇയാൾ ആദ്യമേ ഒന്ന് ആക്രമിച്ചു കളയും, ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് വിരട്ടുക. ആരെങ്കിലും ഒക്കെ ഇടപെടണം. ട്രംപിന്റെ സ്ഥിരം രീതി വിരട്ടാണല്ലോ. നമ്മുടെ ശ്രീനിവാസൻ പടത്തിലെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞാൽ ട്രംപിനെ വിളിച്ച് മറ്റു രാഷ്ട്രങ്ങൾ പറയണം, അയ്യോ നിങ്ങൾ ആക്രമിക്കല്ലേ. അപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് വേറി മാറാനുള്ള ഒരു തന്ത്രമായിരിക്കും. അല്ല, ഇപ്പം ട്രംപിന് തല ഊരിയേ പറ്റുമോ? അതിന്ന് തല കൊണ്ട് വെച്ചു കൊടുത്ത അവസ്ഥയായി. ഉറുമ്പം കൊണ്ട് തല വെച്ച് നമ്മൾ പറയും പോലത്തെ അവസ്ഥയായി പോയി. ഇത് തലവൂരാൻ പറ്റാതെ ഇരിക്കുകയാണ്. മാത്രമല്ല അമേരിക്കയിലെ ജനങ്ങൾ മുഴുവൻ ആ ദേഷ്യത്തിലാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരു പൈലറ്റിനെ കാണാതെ അയാളെ രക്ഷിക്കാനായിട്ട് ഏതാണ്ട് 150 വിമാനങ്ങളാണ് ഒരു സമയം പോയത്. അവിടെ നിന്ന് കവർ ഫയർ സഹിതം വേണ്ടി വന്നു. എന്നിട്ടെന്ത് സംഭവിച്ചു? 2 വിമാനത്തെ അവർക്ക് നശിപ്പിക്കേണ്ടി വന്നു. വിമാനങ്ങൾ കൊണ്ട് ഇറക്കിയത് മണലിൽ മരുഭൂമിയിൽ ഇറക്കിയപ്പോൾ അത് എവിടെ ഇറക്കാൻ പറ്റുന്ന വിമാനം, എന്നിട്ട് ചെളിയിൽ പൊതഞ്ഞു പോയി. തിരിച്ചെടുക്കാനും പറ്റുന്നില്ല. ഈ വിമാനങ്ങളിൽ എന്തൊക്കെ രഹസ്യ സംവിധാനങ്ങളുണ്ടെന്ന് ഉള്ള കാര്യം ഇറാൻ സൈന്യം എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്കറിയാം. അവർ ഈ പ്ലെയിനെ 2 പ്ലെയിൻ ബോംബ് വെച്ച് ചേർത്തു. നമ്മൾ തന്നെ നമ്മുടെ പ്ലെയിനെ ബോംബ് വെച്ച് ചേർത്തെന്ന് പറയുമ്പോൾ എത്രായിരം കോടിയുടെ വിലയുള്ള വിമാനങ്ങളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതുപോലെ രഹസ്യ സംവിധാനങ്ങൾ പുറത്തു പോരുന്നുള്ള ഒരു ആണ്. ഒരൊറ്റ പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടി എത്രായിരം കോടി ഡോളറാണ് അവർ ഈ വെറ്റോസ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ അമേരിക്കയിലെ ജനങ്ങളെ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഇതിൽ എന്താണ് കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത്. സ്വാഭാവികം വെറുതെ വഴിയെ ഞങ്ങൾ ലോക പോലീസാണെന്ന് കാണിക്കാം, ഞങ്ങൾ ഭയങ്കര ബലവാന്മാരാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വെറുതെ നമ്മൾ പണി വാങ്ങിച്ചു എന്നുള്ള അവസ്ഥയിലാണ്. യുദ്ധം എങ്ങനെയൊന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്നാണ് ഇപ്പോൾ അമേരിക്കയിലുള്ള ആൾ പോലും ആഗ്രഹിക്കുന്നത്. അവരെ നേതിപ്പണമല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇത്. എത്ര വലിയ സമ്പന്ന രാജ്യമാണെങ്കിലും കുത്തുവാള എടുക്കാൻ ഒരു യുദ്ധം മതി. ഇതിപ്പം അമേരിക്കയെ സംബന്ധിച്ചുള്ള അവർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഒരു അറ്റാക്ക് അവർക്കെതിരെ വരത്തില്ല എന്നുള്ളതാണ്. ഇറാൻ എത്ര ശ്രമിച്ചാലും അമേരിക്കയെ ആക്രമിക്കാൻ പറ്റില്ല. കാരണം ഇറാൻ അതിന് ചുറ്റിനും സൈനിക താവളങ്ങളോ വ്യോമത്താവളങ്ങളോ അയൽ രാജ്യങ്ങളിൽ പോയി ഇവർക്കെതിരെ അഴിക്കാനുള്ള സംവിധാനമോ ഇല്ല. എത്രയും ദൂരത്തിലാണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അടിസ്ഥാനപരമായി ഇവരെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ ഞങ്ങൾ ലോക പോലീസാണ്, ലോകത്തെല്ലാ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതാണൊരു വിഷയം. പിന്നെ ഇനി അമേരിക്ക പിന്മാറുമെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പിന്മാറില്ലെന്നുള്ള നിലപാടിലാണ് അവർ. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ ഉറക്കം കെടുത്തുന്ന ഈ ഇറാൻ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് അവരുടെ രീതി. അപ്പോൾ ഈ രണ്ടുപേർക്കും എല്ലാവർക്കും സ്വീകാര്യനായ വേറെ ആരെങ്കിലും മൂന്നാമതൊരാൾ വന്ന് തീർപ്പ് ചർച്ച നടത്തി ഇതൊന്ന് അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ വലിയ ലോകത്ത് വലിയ തോതിലുള്ള നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വലിയ ഭീഷണി ഉണ്ടാവും. അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളെ ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം, പക്ഷെ അവരാവശ്യപ്പെടാൻ നമുക്ക് ഇടപെടാനും പറ്റില്ല. അവരാവശ്യപ്പെട്ടാൽ ഇന്ത്യക്ക് ഇടപെടാം. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ രാജ്യങ്ങളും നല്ല ബന്ധമാണ്, രാഷ്ട്രതലവന്മാരെ വ്യക്തിപരമായിട്ട് അടുപ്പം. അത് പക്ഷേ അദ്ദേഹം സംസാരിച്ച് ട്രംപിന് ആരും മെരുക്കുമോ എന്നുള്ളത്. ഇപ്പോൾ തൽക്കാലം ട്രംപിനെയും മെരുക്കാവാണെങ്കിൽ ട്രംപ് ആരെങ്കിലും ഒരാൾ വന്ന് ഒത്തുതീർപ്പ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണേലും ചെയ്യാവുന്ന ശരിയാ, അങ്ങനെയെങ്കിലും ഇതൊന്ന് ഒത്തുതീർപ്പാക്കിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ പുലർച്ചെ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. ഒരു അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക ആക്രമിക്കുമെന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ട്രംപ് പലതവണ ആവർത്തിച്ചു, സമയം പറഞ്ഞു വെച്ചു. സാറിന് യുദ്ധം നടത്തുമ്പോൾ സമയം പറയില്ല, സമയം വരെ ഇത്ര സമയത്തുള്ളിൽ. പണ്ട് നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, അംഗം കുറിക്കുന്ന ചേവന്മാർ പറയുമ്പോൾ ഇത്ര മണിക്ക് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ആക്രമണം നടത്തും, പാലം അല്ലെങ്കിൽ ആണോ യന്ത്രം എന്നൊക്കെ പറയുമ്പോൾ അത് ഇറാനും ഒരു തയ്യാറെടുപ്പ് നടത്താനുള്ള സമയം കിട്ടും. പക്ഷേ അമേരിക്കയിലുള്ളതുപോലത്തെ ആയുധങ്ങൾ അവരുടെ കൈവശം ഇല്ല. എങ്കിൽ പോലും ഈ ഒരു ദിവസം തീർച്ചയായും നമ്മുടെ തിരഞ്ഞെടുപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇത് വളരെ നിർണായകമാണ്. കാരണം ഒരുപക്ഷെ ലോകഗതിയെ തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒരു രാത്രിയാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്.